കാര്യം കഴിഞ്ഞതുകൊണ്ട് ഇനി നടന്നത് പറയാം. അച്ഛൻ കണ്ണന്റെ അച്ഛനെ കൊന്നു, കണ്ണനെ ഞാനും. നിന്റെ സംസാരത്തിൽ എനിക്കിത് മനസ്സിലായിരുന്നു. പ്രത്യേകിച്ച് ആ വാർത്ത കണ്ടപ്പോ നീ പൊട്ടിച്ചിരിച്ചത് വെറുതെ ആയിരിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. എന്താടാ സംഭവിച്ചത്? സംഭവിച്ചതൊക്കെ വഴിയേ പറയാം. എന്തായാലും ഇനി കണ്ണനും മാർക്കോയും ഇല്ല. രണ്ടെണ്ണം കൊക്കയില് വീണ് മരിച്ചു. അതല്ലെങ്കിൽ എന്റെ ആൾക്കാര് രണ്ടെണ്ണത്തിനെയും കൊക്കയില് തള്ളിയിട്ട് കൊന്നു. പിന്നെ അവരെ പോലെ തന്നെ വേറൊരുത്തനും മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആ സാഗർ, അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമെന്നാ കേട്ടത്. ഗുരുതരമായ പരിക്കുകളോടെ അവനിപ്പോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന. ആ ലോപ്പസ് ഉണ്ടല്ലോ, അവനാ കൂട്ടിരിക്കുന്നത്. ഇതൊക്കെ ചെയ്യിച്ച നീയാണെന്ന് അനന്ത് ഉൾപ്പെടെ എല്ലാവരും അറിയുമടാ. ഇത് കേസായാൽ അനന്തു നല്ലൊരു വക്കീല. അവൻ വീണ്ടും നിന്നെ ജയിലിൽ കയറ്റും. അങ്ങനെയാണെങ്കിൽ അവന്റെ ആയുസിന്റെ നീളവും കുറയൂ അച്ഛാ. എടാ, അമിതമായിട്ട് സന്തോഷിക്കരുത്. മരിക്കുന്നവർക്ക് ജീവൻ വെക്കും. അതുപോലുള്ള പ്രാർത്ഥനയാ മഹാലക്ഷ്മിയുടേത്. പ്രതാപന് വായയുടെ അമ്മയും പറയുന്നത് നീ കേട്ടിട്ടുണ്ടല്ലോ. അവളുടെ കയ്യിലിരിക്കുന്ന അയ്യപ്പ വിഗ്രഹത്തിന് ജീവനുണ്ട്. അങ്ങനെയുള്ളപ്പോ അയ്യപ്പൻ കണ്ണനെ ശിക്ഷിക്കൂടാ. അച്ഛനായി പോയി, അല്ലെങ്കിൽ എന്തേലൊക്കെ വിളിച്ച് പറഞ്ഞനേ പോ. കണ്ണൻ മരിച്ചു കഴിഞ്ഞിട്ടും ശിക്ഷിക്കോ എന്ന് പറഞ്ഞ ഞാനെന്ത് പറയാനാ? മഹാലക്ഷ്മിയും കണ്ണനും ഇതുപോലെ പല തവണ മരിച്ചിട്ടുണ്ട്. അതുപോലെ അല്ല അച്ഛ ഇത്. കണ്ണനും മാർക്കോ ഇനി തിരിച്ചു വരത്തില്ല. സാഗറിന് ആ വിധി ഉണ്ടാവാത്തതാ എന്റെ നേരിയ സങ്കടം. തരല്ല, അവനെ ഞാൻ നോക്കിക്കോളാം. അത് കഴിഞ്ഞ് എന്റെ പെണ്ണിനെ ഞാൻ തിരിച്ചെടുത്തോളാം. അവള് നിന്റെ കൂടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വരുതാനേ എനിക്കറിയാച്ച. എന്റെ വഴി മുടക്കിയ ഒരുത്തനെയും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ ഞാൻ വിടില്ല. ഈ വിധി കണ്ണൻ അവൻ ചോദിച്ചു വാങ്ങിയതാ. എന്റെ കുടുംബം തകർക്കാമെന്ന് ഒരുത്തിയെ അവൻ അന്ധമായിട്ടങ്ങ് സപ്പോർട്ട് ചെയ്തു. അതിന് കിട്ടിയ തിരിച്ചടിയാ അവന്റെ മരണം. ഇനിയിപ്പൊ അപ്പച്ചോടുകൂടി ഈ വിവരം വിളിച്ചൊന്ന് പറയണം. അവരെ ആകാംക്ഷയോടെ കാത്തിരിക്കുക വിവരങ്ങൾ അറിയാനായിട്ട്. അവിടെ ഉള്ളവർക്കേ കുറച്ച് ആത്മാർത്ഥതയുണ്ട്. അപ്പച്ചിക്കും കരുണയ്ക്കും ഉണ്ണിക്കും ഒക്കെ. ഓ, ഇവിടാണ് അതില്ലാത്തത്. അതുകൊണ്ടാ അച്ഛനോട് പോലും ഞാൻ ഇതൊന്നും പറയാത്തത്. കണ്ണൻ പോയി അവന്റെ അച്ഛന്റെ ലോകത്തേക്ക്. കുഞ്ഞു പോയ ദിവസം ഞാൻ അലറിക്കരഞ്ഞത് ഉണ്ണേട്ടന് ഓർമ്മയുണ്ടോ? അതിനേക്കാളും അവൾ കരയണം. പ്രാണനാഥൻ പോയതോർത്ത് അവളുടെയും പ്രാണൻ പോണം. കണ്ണനില്ലാത്ത ലോകത്ത് അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റരുത്. നല്ല നല്ല വാർത്തകൾ കേട്ടതല്ലേ? ദാ നല്ല മധുരമുള്ള വെള്ളം ചേർക്കാത്ത ജ്യൂസ് കുടിക്ക്. എന്നാലും മോനെ, അവനും കൂടെ പോയില്ലല്ലോ ആ സാഗറേ. അവൻ ക്രിട്ടിക്കലാണെന്നല്ലേ അറിഞ്ഞത്. മിക്കവാറും പോവുമായിരിക്കും. മഞ്ജുവിന്റെ കുഞ്ഞിപ്പോ പോയി കാണുവമ്മേ? അറിയത്തില്ല മോളെ. ഈ സന്തോഷത്തിനിടയില് അത് ചോദിക്കാനായിട്ട് അവളെ വിളിച്ചതും ഇല്ലല്ലോ. എന്നാ പിന്നെ പെട്ടെന്ന് വിളിക്കേ. അല്ല, അവളും അവളുടെ കൂടെ ഉള്ളവളൊക്കെ കണ്ണന്റെ കാര്യം ഇപ്പൊ അറിഞ്ഞു കാണുമായിരിക്കൂ.